ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നാണെങ്കിൽ ഒരു കുർത്തി കോളർ പോലത്തെ നമ്മളൊരു ലേസും കൊണ്ട് ചെയ്യുന്ന ഒരു കുർത്തിയാണ്. ലേസ് വർക്കാണ് നമ്മൾ ഇങ്ങനെ കോളറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കുർത്തിയാണ് നമ്മളിന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്ന മെറ്റീരിയൽ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ബ്ലൂ കളർ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ഇത് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് യോക്ക്, സ്കേർട്ട്, അതുപോലെ സ്ലീവ്, ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് യോക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ തുണി ഞാൻ നിവർത്തിയിട്ടിട്ട് രണ്ടായിട്ട് നമ്മളിതുപോലെ മടക്കി, എന്നിട്ട് ഒന്നുകൂടെ നമ്മളിങ്ങനെ മടക്കുക. നമ്മൾ ചെസ്റ്റിൻ്റെ വണ്ണം അനുസരിച്ച് നമ്മളങ്ങനെ മടക്കി. അതപ്പോൾ ഇങ്ങനെ ആയപ്പോൾ നമ്മളിപ്പോൾ 4ആയിട്ടാണ് ഇത് മടക്കിക്കണേ. അപ്പം ഞാനിങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ചെസ്റ്റാണ്. അതിൻ്റെ 4ൽ1 ഭാഗം എന്ന് പറഞ്ഞാൽ 10. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുമ്പോൾ 2 ഇഞ്ച് ഞാൻ സീം അലവൻസിനിട്ട് 12 ഇഞ്ച്. അപ്പോൾ ഇത് കറക്റ്റ് 12 ഇഞ്ചിലുണ്ട്. അപ്പോൾ ഞാനിതങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ നമ്മളിപ്പോൾ 4 ഫോൾഡായിട്ട് മടക്കിയിട്ടുണ്ട്. 4 ഭാഗമുണ്ട്. 1 2 3 4. അങ്ങനെ നമ്മളിനി നമുക്കതിൻ്റെ അളവെടുക്കാം. ഷോൾഡർ എന്ന് പറയുന്നത് 6.5 ഇഞ്ച് ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതും 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിവിടെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഷോൾഡർ. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് എടുക്കുക. അത് 10 ഇഞ്ച് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. 12 ഇഞ്ചല്ലേ നമ്മൾ ആകെ എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ആം ഹോൾ ലെങ്തിൻ്റെ പാതി കാണുക. അതെന്ന് പറയുന്നത് 3.25. 6.5യുടെ പകുതി എന്ന് പറഞ്ഞാൽ 3.25 അല്ലേ. എന്നിട്ട് നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്യാം. ഒന്ന് ഷേപ്പ് ചെയ്ത്, എന്നിട്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് ഞാൻ എടുക്കുന്ന ലെങ്ത്. യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ച്. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ചാണ് എടുക്കുന്നത്. വണ്ണം 9 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് നമുക്കതൊരു ലൈൻസ് ആക്കി അങ്ങ് വരയ്ക്കാം. നമ്മൾ ലൈൻ വരച്ചു. എന്നിട്ട് അതിൻ്റെ ഈ വേസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് നമ്മൾ മേളിലോട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒന്ന് ഈ വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് കുഴിച്ച് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ചെസ്റ്റും വേസ്റ്റും തമ്മിലൊന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിലൊന്ന് കുഴിച്ച് വരയ്ക്കാം. അതും കൂടി നമുക്കങ്ങ് വരച്ചേക്കാം. അങ്ങനെ ഫ്രണ്ടിൻ്റെ അവിടുത്തെ ഒന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഫ്രണ്ടാണെന്നറിയാം. എന്നിട്ട് ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാനൊരു 2.5 ഇഞ്ച് എടുക്കുവാണ്. ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത്. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത്. എന്നിട്ട് അതൊരു ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുക. എന്നിട്ട് അവിടെ ഞാനൊരു യു നെക്ക് കൊടുക്കുവാണ്. ഒരു യു നെക്ക് കൊടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ബാക്കിൻ്റെ നെക്കാണ്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 2 ഇഞ്ച് നെക്കിൻ്റെ ലെങ്തും. എന്നിട്ട് നമുക്കിവിടെ വേസ്റ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ 3 ഇഞ്ച് നെക്ക് വിഡ്ത്തിൻ്റെ ആ വരയിൽ നിന്ന് ഈ 1 ഇഞ്ചിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ അങ്ങ് വരയ്ക്കുക. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം ബാക്കിൻ്റെ നെക്ക് കട്ട് ചെയ്യുക. ഇനി എന്നിട്ട് നമുക്കിതിൻ്റെ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്യാം. ചെയ്യുന്നത്
പിന്നെ കട്ട് ചെയ്യുന്നത് വേസ്റ്റ്. അങ്ങനെ നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനകത്ത് നിന്ന് ഈ ബാക്ക് പാർട്ടങ്ങ് മാറ്റാം. ഇനി എന്നിട്ട് ഈ ഫ്രണ്ട് പാർട്ട് നിവർത്തി ഇങ്ങനെ ഇടുക. നമ്മളിപ്പോൾ ഫ്രണ്ട് പാർട്ടാണ് നിവർത്തിയിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടാം. എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ അങ്ങ് ഇടുവാണേ. അപ്പം നമുക്കിതിൻ്റെ ആം ഹോള് കുഴിച്ച് വെട്ടാം. ആം ഹോള് കുഴിച്ച് വെട്ടി പിന്നെ എന്നിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് ഒരു ലൈൻസ് വരച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തേക്കാം. അപ്പം നമ്മുടെ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെ, ബാക്ക് വരുന്നത് ഇങ്ങനെയുമാണ്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് വെട്ടിയെടുക്കാം. ആദ്യം നമ്മൾ ഇനി ബാക്കിയുള്ള തുണി നമ്മൾ ആദ്യം രണ്ടായിട്ട് മടക്കാം. പിന്നെ നമ്മൾ ക്രോസിലങ്ങ് മടക്കാം. ഈ രണ്ടായിട്ട് മടക്കിയത് നമ്മളെന്നിട്ട് ക്രോസിലങ്ങ് മടക്കുക. ഇപ്പം നമ്മളിത് ക്രോസിൽ മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ബാക്ക് പാർട്ട് ഈ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് എത്ര ഇഞ്ചിലത് കിട്ടുന്നതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇവിടെ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിതിൻ്റെ വേസ്റ്റ് ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഈ വേസ്റ്റ് ഭാഗം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. ഇനി എന്നിട്ട് ഈ ഭാഗം നമ്മളത് മാറ്റി വെക്കുക. ബാക്ക് പാർട്ട് നമ്മൾ മാറ്റിയിട്ട് എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് താഴോട്ട് നമ്മളിനി സ്കേർട്ടിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് എടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് 30 ഇഞ്ചാണ്. 30 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. താഴോട്ട് 30 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതേപോലെ ഓരോ ഇച്ചിരി അങ്ങോട്ട് മാറ്റി മാറ്റി കൊടുത്തിട്ട് 30 ഇഞ്ച് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുക. എല്ലാ ഭാഗത്തും നമ്മൾ 30 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ചരിച്ച് കൊടുത്ത് 30 ഇഞ്ച് നമ്മളിവിടുന്ന് അങ്ങേ അറ്റം വരെ മാർക്ക് ചെയ്യണേ. ഇവിടെ ഇങ്ങനെ അറ്റം വരുമ്പോൾ ഒരു 28.5 ഇഞ്ചേ ഉള്ളേ. 28 ഞാനങ്ങ് എടുക്കുക. ഇത് ഇത്രയും മതി. നമുക്ക് 30 ഇഞ്ച് കറക്റ്റ് ഈ സൈഡിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 30 ഇഞ്ച് കിട്ടിയാൽ തന്നെ ചിലപ്പോൾ നമ്മളൊന്ന് കയറ്റി ഒന്ന് സ്കേർട്ടിൻ്റെ ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും. അപ്പം 28 ആയാലും കുഴപ്പമൊന്നുമില്ല. 28 കിട്ടുവാണെങ്കിൽ അതായാലും മതി. അപ്പം ഞാൻ 28 അങ്ങ് എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ലെവലേ ഒന്ന് വരയ്ക്കാം. വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി ഈ വേസ്റ്റിൻ്റെ ഭാഗം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്കേർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് സ്കേർട്ടിൽ നിന്ന് കിട്ടിയ ഭാഗം ഞാനിങ്ങനെ മടക്കി 4ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇത് സ്കേർട്ടിൻ്റെ ഭാഗമാണ്. ഇതിങ്ങനെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. എന്നിട്ട് മുകളിൽ നിന്ന് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുവാണ്. 12 ഇഞ്ച് 12 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു. മുകളിൽ 9.5 ഇഞ്ച് മുകളിൽ 9.5 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് താഴോട്ട് ആം ഹോളിൻ്റെ കർവിനായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴ്ഭാഗത്തെ വണ്ണമെന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ തയ്യൽ തുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയാണോ തയ്യൽ തുമ്പ് അതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊക്കെ തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ
ഫ്രണ്ട് ആം ഹോൾ നമുക്കൊന്ന് കയറ്റി കുഴിച്ച് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് ഫ്രണ്ട് ആം ഹോളാണെന്നറിയാൻ വേണ്ടി ചെറിയ ഒരു കട്ടിങ് കൂടെ കൊടുക്കുക. നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ യോക്ക് പാർട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ വെക്കാൻ ഈ ഭാഗത്ത് നമുക്ക് വെക്കാൻ ഒരു പീസ് വേണേ. ആ പീസിനായിട്ട് അപ്പം നമ്മൾ ഇത്രയും ഭാഗത്ത് ഇതിങ്ങനെ കട്ടിങ് അല്ലേ, ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടി ഒരു പീസ് വേണം. പിന്നെ എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടി ചെറിയ ഓരോ സ്ട്രിപ്പും വേണം. ഈ ഭാഗത്ത് ഒരു സ്ട്രിപ്പ് വേണം, ഈ ഭാഗത്ത് ഒരു സ്ട്രിപ്പ് വേണം. ഈ സ്ട്രിപ്പ് ഇങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടി ഒരു 2 സ്ട്രിപ്പും വേണം. ഇത് അകത്ത് നമുക്ക് മടക്കി അകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി വേറെ ഒരു പീസും വേണം. ഇങ്ങനെ നമ്മൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ടിക്ക് ഇരുന്നോട്ടെന്ന് പറഞ്ഞ് 2 പീസ് ഇതുപോലൊരു പീസ് ഞാനിതുപോലെ മടക്കിയാണ് ആ നെക്കിൻ്റെ ആ ഭാഗത്ത് വെക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി കട്ടിക്ക് ഇരുന്നോളും. ഇതേപോലെ നീളത്തിൽ 2 സ്ട്രിപ്പും എടുത്തിട്ടുണ്ട്. ഇതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്ത സ്റ്റിച്ചിങ് പാർട്ട് കാണാൻ ആരും മറക്കുകയും ചെയ്യല്ലേ. അപ്പം താങ്ക് യു.